ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 11th ജനറേഷൻ ഫയർ ബ്ലേഡ് ആണ്. ക്രോസ് ബീം റേസർ എന്നാണ് CBR എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൂടാണ്ട് 1000RR റേസ് റെപ്ലിക്ക അല്ലെങ്കിൽ റെഡി റേസ് എന്നാണ് RR വിശേഷിപ്പിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ വണ്ടി അറിയാം 1000RR. അപ്പോൾ ലാസ്റ്റത്തെ ആ 3R അത് എന്താ, ആ 3R അല്ല, വണ്ടിയുടെ RRRൽ R എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പറയുക. കാരണം നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരാണ്. അതുകൂടാതെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക. പകരുന്തോറും വളരുന്നൊരു സാധനമാണ് അറിവെന്ന് പറയണത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ളത് 11th ജനറേഷൻ CBR 1000RR ഫയർ ബ്ലേഡാണ്. അതും റെപ്സോൾ എഡിഷൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ 11th ജനറേഷൻ CBR ആണ്. എഞ്ചിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ. JDM ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി എഞ്ചിനും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത്യാവശ്യം സ്ട്രീറ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കാണ്. അത്യാവശ്യം ഒരു സ്ട്രീറ്റ് ലീഗലായിട്ടുള്ള ബൈക്കിന് എത്ര പൊട്ടൻഷ്യൽ തരാൻ പറ്റും ആ ഒരു പൊട്ടൻഷ്യലുള്ള മോട്ടോർ സൈക്കിളാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ഹോണ്ടയിൽ പിന്നെ ഇവരുടെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും റിലയബിലിറ്റി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള അതുകൂടാതെ ഈ വണ്ടിക്ക് ഒരു ഫാൻ ബേസും കൂടെ ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ഇതൊരു 2010 മോഡലാണ്. ജസ്റ്റ് 25,000 കിലോമീറ്റർ ഈ വണ്ടി റണ്ണായിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒറിജിനൽ പെയിൻറ്റിലാണ് ഇന്നും വണ്ടിയുള്ളത്. ഇതിൻ്റെ ബ്രേക്ക് ലിവർ വരെ ഇപ്പം മേടിച്ചതാണോ, ഈ വണ്ടി മേടിച്ച മോഡൽ 2010 തൊട്ട് ഇപ്പോൾ വരെ റീപ്ലേസ് പോലും ഇതുവരെ നിലവിൽ ചെയ്തിട്ടില്ല. അതുകൂടാണ്ട് ഇലക്ട്രിക്കൽ പാർട്സ് എല്ലാം തന്നെ വർക്കിംഗ് ആണ്. പിന്നെ ഇതിന് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി ABS ആണ്. ട്രാക്ഷൻ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ബിഗിനേഴ്സിന് ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോളൊക്കെ ആക്ച്വലി ബിഗിനറിനെ സംബന്ധിച്ച് കുറച്ച് എന്താ പറയുക, നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് വണ്ടി വീലാവാൻ പവർ വീലാവാനൊക്കെ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതൊരു ആക്ച്വലി ഒരു സിംഗിൾ സീറ്റർ വണ്ടിയാണെങ്കിലും ബാക്കിൽ നിങ്ങൾക്ക് കൗള് വെക്കാം. ഇപ്പോൾ നിലവിലൊരു സീറ്റ് ഉണ്ട്. ബാക്കിൽ ഒരുപാട് ആൾക്കാരെ വെച്ച് ഓടിക്കണത് ഞാനിത് വണ്ടി പ്രിഫർ ചെയ്യില്ല. കാരണം പെട്ടെന്ന് സഡൻലി ബൈക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വീഴാനെല്ലാം സാധ്യതയുണ്ട്. ഇതൊരു അതർ രജിസ്ട്രേഷൻ വെഹിക്കിളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഗ്രസീവ് ലുക്കാണ് ഈ വണ്ടി കാണിക്കുന്നത്. ആ ഒരു അഗ്രഷൻ ഇതിൻ്റെ പെർഫോമൻസിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള 2 മിറേഴ്സ് ഇതിന് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡേ ടൈം റണ്ണിങ് ലാമ്പും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ ചാനൽ ABS. ഈ വണ്ടി ABS വരുന്ന മോഡലാണ്. ഇതിൻ്റെ തന്നെ നോൺ ABS നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നു 2007, 8 ആ റേഞ്ചിൽ എനിക്ക് തോന്നുന്നു 10th 9th ജനറേഷനിൽ നോൺ ABS ആയിരുന്നു വണ്ടി. പക്ഷേ ഇതൊരു ABS ഉള്ള മോഡലാണ്. അതുകൊണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. പവർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് മസ്റ്റായിട്ടും ഈ വണ്ടിക്ക് വേണ്ടതാണ്. ഈ വണ്ടിയിൽ നിലവിൽ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ വലിയ ക്രാഷ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വണ്ടി നല്ലോണം വിശ്വസിച്ച് തന്നെ എടുക്കാം. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2010 മോഡൽ 25,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഈ വണ്ടിയുടെ പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യണം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.75 lakhs ആണ്. അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരേക്കും ബൈ.